ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയൂണിന് വളരെ സ്വാദിഷ്ടമായ ഒരു തനി നാടൻ ഒഴിച്ചുകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. നാടൻ ചേമ്പാണ്, ചെറിയ ചേമ്പാണ് എടുത്തിരിക്കുന്നത്. കണ്ണൻ ചേമ്പെന്നൊക്കെ നാട്ടിൻപുറങ്ങളിൽ പറയും. തൊലി നന്നായി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചട്ടിയിലിട്ട് നെകക്കെ വെള്ളമൊഴിച്ച് ഒരു 4 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി അരപ്പിന് ആവശ്യമായ ഒരു ചെറിയ മുറി തേങ്ങ ചുരണ്ടിയത്, അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി അല്ലി ഒരു 4-5 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. 4 ചുവന്നുള്ളി, ചെറിയ അല്ലി ആയതുകൊണ്ടാണ് 4-5 എണ്ണം വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ചട്ടിയിൽ നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുകല്ല് ചേർത്ത് കൊടുക്കാം. ഉപ്പുകല്ല് ചേർക്കുന്നതാണ് രുചി. ഒന്നുകൂടെ മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്വാദാണ് ഈ ചേമ്പിന്. ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ബാക്കി അരപ്പും കൂടെ നമുക്ക് ചേർത്തൊന്ന് യോജിപ്പിച്ച്, ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കണം. ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ല കട്ട തൈരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം നന്നായി ഒന്ന് ഇളക്കിയിട്ട് തൈര് നന്നായിട്ട് വെള്ളമില്ലാതെ ഉടച്ചെടുത്ത് തൈര് ഒരു കപ്പ് തൈര് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി പുളിയുടെ പാകമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം തൈരും ഒക്കെ ചേർക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അല്പസമയം കൂടെ ഇതൊന്ന്, ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അല്പസമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 4-5 ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞതും, 4 വറ്റൽമുളക് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ച് കറിയിലേക്ക് ചേർക്കാം. താളിച്ച് ചേർത്ത് കഴിഞ്ഞ ഉടനെ ഒരല്പസമയം നമ്മളിതൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ഈ താളിപ്പിൻ്റെയൊക്കെ രുചി നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങും. അല്പസമയം കഴിഞ്ഞ് അടപ്പ് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം വളരെ സ്വാദിഷ്ടമായ ഈ കറി ചോറിൻ്റെയൊക്കെ കൂടെ വളരെ ബെസ്റ്റ് കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.